നമസ്കാരം. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാസാഹിബ് ഫാൽക്കെയുടെ പേരിലുള്ള പരമോന്നത പുരസ്കാരം ഇക്കൊല്ലം, അതായത് 2025 മോഹൻലാലിനാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? തീർച്ചയായിട്ടും മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് 2025 ഉണ്ടായിട്ടുള്ളത്. 2000 മുതൽ 2025 വരെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തികളെ ഈ അവസരത്തിൽ നമുക്കൊന്ന് ഓർത്താലോ? വെൽക്കം ടു ഡ്രീംസ് എസ് യൂട്യൂബ് ചാനൽ. 1969 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ആദ്യം നേടിയ വ്യക്തി ദേവിക റാണി. ഹിന്ദി ഭാഷയിലാണ് ലഭിച്ചിട്ടുള്ളത്. ഇതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. നമ്മൾ 2000 മുതൽ 2025 വരെ നേടിയ വ്യക്തികളെയാണ് നോക്കുന്നത്. 2000 ആശാ ഭോസ്ലെ ഹിന്ദി, മറാത്തി എന്നീ 2 ഭാഷയിലാണ് നേടിയിട്ടുള്ളത്. ആശാ ഭോസ്ലെ ഹിന്ദി, മറാത്തി. 2001 യാഷ് ചോപ്ര ഹിന്ദി. 2002 ദേവാനന്ദ് ഹിന്ദി. 2003 മൃണാൽ സെൻ ബംഗാളി ഭാഷയിൽ. 2004 മലയാളത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ. മലയാളത്തിൽ 2004 അടൂർ ഗോപാലകൃഷ്ണൻ. 2005 ശ്യാം ബംഗാൾ ഹിന്ദി. ഹിന്ദിയിൽ ശ്യാം ബംഗാൾ. 2006 തപൻ സിൻഹ ബംഗാളി, ഹിന്ദി ഈ 2 ഭാഷയിലും നേടിയിട്ടുണ്ട് തപൻ സിൻഹ. മന്നാടെ 2007 അദ്ദേഹവും ബംഗാളി, ഹിന്ദി എന്നീ 2 ഭാഷയിൽ നേടിയിട്ടുണ്ട്. 2008 വി കെ മൂർത്തി ഹിന്ദി. 2009 ഡി രാമനായിഡു തെലുങ്ക്. 2010 കെ ബാലചന്ദർ തമിഴ്, തെലുങ്ക് എന്നീ 2 ഭാഷയിലും നേടി. 2011 സൗമിത്ര ചാറ്റർജി ബംഗാളി ഭാഷയിൽ. 2012 പ്രാൻ ഹിന്ദി. 2013 ഗുൽസാർ ഹിന്ദി. 2014 ശശി കപൂർ ഹിന്ദി. 2015 മനോജ് കുമാർ ഹിന്ദി ഭാഷയിൽ. 2016 കാശിനാഥ് ഉണ്ണി വിശ്വനാഥ് തെലുങ്കിൽ. 2017 വിനോദ് ഖന്ന ഹിന്ദി. 2018 അമിതാഭ് ബച്ചൻ ഹിന്ദിയിൽ നേടി. 2019 തമിഴിൽ രജനീകാന്ത്. 2020 ആശാ പരേഖ് ഹിന്ദി. 2021 തമിഴിൽ വീണ്ടും രജനീകാന്തിന് ലഭിച്ചു. 2022 രണ്ടാമതും ആശാ പരേഖിന് ഹിന്ദിയിൽ ലഭിച്ചു. 2023 രേഖ ഹിന്ദി. 2024 മിഥുൻ ചക്രവർത്തി ഹിന്ദി. അതായത് കഴിഞ്ഞ വർഷം മിഥുൻ ചക്രവർത്തി ഹിന്ദിയിലാണ് നേടിയിട്ടുള്ളത്. 2025 ഈ വർഷം മോഹൻലാലിനാണ് പരമോന്നത പുരസ്കാരം ആയിട്ടുള്ള, ഫിലിം മേഖലയിൽ പരമോന്നത പുരസ്കാരം ആയിട്ടുള്ള ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള കൊച്ചു ഇൻഫർമേഷൻ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ ഒന്ന് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഹാപ്പി ഡേ.